ഹദീസിൽ ഇന്നി ലസ്തു മിഥിലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല, തീർച്ചയായും ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ഇങ്ങനെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. ആ ഹദീസ് സ്വീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അംഗീകരിക്കേണ്ടി വരും. ആ സ്ഥാനം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന കക്ഷികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടുള്ള ഇത്തരം പരിപാടികളെ ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് കൂടി അല്ലാഹു ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂലാണെന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വിവരം ലഭിക്കുന്ന പ്രവാചകരാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശബ്ദം കേൾക്കാൻ സാധാരണ മനുഷ്യന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേൾവിയും കാഴ്ചയും ഒന്നും സാധാരണയല്ല എന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ 2 ഖബറുണ്ട്, ആ 2 ഖബറിൽ 2 ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുടെ ഉപരിയിൽ നിന്ന് പറയണം. അതെങ്ങനെ പറയുന്നു? സാധാരണക്കാർ കാണുന്നുണ്ടോ? അത് അറിയുന്നുണ്ടോ? അത് എന്നിട്ട് ആ ഖബറിലുള്ളവരുടെ ശിക്ഷ ഇളവ് ചെയ്യപ്പെടാൻ വേണ്ടി ഒരു പച്ചയായ മരത്തിൻ്റെ കഷ്ണം അതിൻ്റെ മേലെ ഊന്നി വെക്കുന്നു. കാരണം ആ മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ തസ്ബീഹ് കൊണ്ട് ഖബറിലുള്ളവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അക്കാരണത്താൽ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, വെറും മരത്തിൻ്റെ തസ്ബീഹ് കൊണ്ട് ഖബറിലുള്ളവർക്ക് ഫലം ലഭിക്കുമെങ്കിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഖബറിന്റെ സമീപത്ത് ഓതിയാൽ എത്രയെത്ര ഫലം കിട്ടുമെന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ബേക്കിലാണ്, പക്ഷേ ഞാൻ നിങ്ങളെ കാണുന്നു. എനിക്ക് അറാക്കുമിൽ വറായി, മുന്നിൽ കാഴ്ചയുള്ളതുപോലെ പിന്നിലും കാഴ്ചയുണ്ട്. ലാ യഖ്ഫാ അലയ്യ സലാത്തുക്കും വലാ ഖുശൂഉക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിലെ ഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നാൽ ബുഖാരിയിലും മുസ്ലിമും തന്നെയുള്ള എത്രയെത്ര ഹദീസുകളുണ്ട്. മഹാന്മാരായ സ്വഹാബത്താണ് ഈ ഉമ്മത്തിൽ എന്നല്ല ലോകത്ത് മുഴുവനും കഴിഞ്ഞുപോയ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് നബി തങ്ങളെ സംബന്ധിച്ച് വിശ്വസിച്ചത് എങ്ങനെയാണ്? ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, കാദു യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് ഉന്തും തിരക്കും കൂട്ടുകയാണ്. എന്നിട്ടോ ഫയതമസ്സഹൂന ബിഹി, അത് ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. കിട്ടാത്തവർ യഖ്ദു മിൻ ബലലി അഖീഹി, കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട വെള്ളത്തിന് വലിയ ബറക്കത്ത് സ്വഹാബത്ത് വിശ്വസിക്കുന്നു. അതുപോലെ നൂറുകണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ, സഹായം തേടിയാൽ സഹായം ലഭിക്കുമെന്ന് സ്വഹാബത്ത് വിശ്വസിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ബാപ്പ ഉഹദ് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം തന്നെ ബാപ്പ പറഞ്ഞിരുന്നു, നാളെ ആദ്യം കൊല്ലപ്പെടുന്നത് എന്നെയായിരിക്കും. പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചതിന് ശേഷം അതിന് മുമ്പെയുള്ള വസിയ്യത്ത് ഞാൻ നടപ്പാക്കണം. അത് എന്നോട് വസിയ്യത്ത് ചെയ്ത വസിയ്യത്തുകളാണ്. ഒന്ന്, എൻ്റെ സഹോദരിമാരുണ്ട്, പെൺകുട്ടികൾ, അവരെ സംരക്ഷിക്കണം. വേറെ ഒന്ന്, അവിടുത്തെ കടം വീട്ടണം. ഞാൻ അങ്ങനെ കടം വീട്ടാൻ വേണ്ടി ഞാൻ ചിന്തിച്ചു, ഈത്തപ്പന തോട്ടമുണ്ട്, അതിലെ ഈത്തപ്പഴങ്ങൾ പറിച്ചെടുത്താൽ ഒരിക്കലും ബാപ്പയുടെ കടം വീട്ടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാൻ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തഅൻതു എന്ന് പറഞ്ഞാലും ഇസ്തഗസ്തു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടി, എനിക്ക് ഈ കടക്കാരെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം ലഭിക്കാനുള്ള ആളുകളോട് ആ കടത്തിൽ നിന്ന് കുറെ സംഖ്യ വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ സാധാരണ നിലക്കുള്ള സഹായം, റെക്കമെൻഡിലൂടെയുള്ള സഹായം നബി നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയ സഹാബിക്ക് സഹായം നൽകണ്ടേ? അത് അസാധാരണ വഴിയിലൂടെ ആകാം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളങ്ങ് മുന്നിൽ പോയിക്കോളൂ, നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ഈത്തപ്പഴം പറിച്ച് അത് വേറെ വേറെ ഓരോ ഇനങ്ങളും വേർതിരിച്ച് വെക്കൂ, എന്നിട്ട് എന്നിലേക്ക് ആളെ പറഞ്ഞേക്കൂ, ഞാൻ അങ്ങ് വരും, നിങ്ങൾ പോയിക്കോളൂ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. നേരെ വന്നു. ഈത്തപ്പഴത്തിന്റെ ഒരു റിപ്പോർട്ടിൽ ഈത്തപ്പന മരത്തിന്റെ ഇടക്ക് കൂടി നബി തങ്ങൾ നടന്നു എന്ന് കാണാം. ഏതായിരുന്നാലും ഈത്തപ്പഴം പറിച്ചു വെച്ച സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇരുന്നു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കിൽ, അളന്നു കൊടുത്തോളൂ, കൊടുക്കാനുള്ളവർക്ക് മുഴുവനും അളന്നു കൊടുത്തോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടം കിട്ടാനുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഈത്തപ്പഴം അളന്നു കൊടുത്തു. അങ്ങനെ മുഴുവൻ ആളുകൾക്ക് എല്ലാവർക്കും അവരെ കടം വീട്ടി ഞാൻ ഈത്തപ്പഴം അളന്നു കൊടുത്തു. ശേഷം ഞാൻ എൻ്റെ ഈത്തപ്പഴത്തിലേക്ക് നോക്കുമ്പോൾ ഒരൊറ്റ ഈത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത് അസാധാരണമായ സഹായമല്ലേ? ഈ അസാധാരണ മാർഗത്തിലൂടെ സഹായം ലഭിക്കുകയല്ലേ? അത് സഹാബത്ത് ചോദിക്കുകയല്ലേ? അങ്ങനെ ചോദിച്ചാൽ സഹായം കിട്ടുമെന്ന് അവർ വിശ്വസിക്കുകയല്ലേ? അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ബുഖാരിയിലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് അലിംതു, ഞാൻ ഉറപ്പിച്ചതാണ് നബി തങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ. നബി തങ്ങൾ നിങ്ങൾ നടന്നോ, ഞാൻ അങ്ങ് വരാന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ എനിക്ക് ഉറപ്പാണ് ഇത് സംഭവിക്കുമെന്നത്, എനിക്ക് ഉറപ്പാണ്. എന്നാണ് ബുഖാരിയിലെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാളും പറയാൻ, ഞങ്ങൾക്കത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ ചെന്നാൽ അത് അസാധാരണ മാർഗത്തിലൂടെ സഹായിക്കും. വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുസ്ലിമീങ്ങളെ അവിശ്വാസികളായി പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ അവരുടെ ഏറ്റവും വലിയ വിവരക്കേട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ വഴിയിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് സഹായം തേടിയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ് എന്ന വാദമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സഹാബത്തിൽ ആരാണ് മുസ്ലിമീങ്ങളുള്ളത്? പരിശുദ്ധ ഖുർആൻ ആമിനൂ കമാ ആമനൻ നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ പറയുമ്പോൾ മുനാഫിഖുകൾക്ക് അതിന് സാധ്യമല്ലെന്നും അവരത് നിരാകരിക്കുമെന്നും അവർ പോറ്റക്കാര വിശ്വാസമാണെന്ന് പറയുമെന്നും സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എല്ലാ വിധത്തിലും അസാധാരണക്കാരനായ മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി, എല്ലാ വിധത്തിലും അതുല്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നേരത്തെ മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന കാലത്ത്, ഇന്ന് ഖബറിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ മഹത്വത്തിന് ഒരു കുറവും ഇല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ദുനിയാവിലുള്ളതിനേക്കാൾ തങ്ങൾക്ക് ഖൈറാണ് ഈ ദുനിയാവിൽ നിന്ന് നീങ്ങിയാൽ എന്ന് ഖുർആൻ തന്നെയല്ലേ പറഞ്ഞത്. ഖുർആനിൽ ദഈഫ് ഉണ്ടാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹുർമതുഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ എന്ന് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതുകൊണ്ടല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അതിലാർക്കും സംശയമില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ചൊല്ലിയ പദ്യത്തിന്റെ തുടക്കം തന്നെ തവാതറത്തിൽ അദില്ലതു വന്നുഖൂലു ഫമാ യുഹ്സിൽ മുസന്നിഫു മാ യഖൂലു
بأن المصطفى حي طري هلال ليس يطرقه أفول وأن الجسم من بقاع لحد كورد لا يدنسه الذبول. നബിതങ്ങൾ അവിടെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ഹയാത്തോടെ ഇരിക്കുകയാണ്. അവിടുത്തെ ശരീരത്തിന് ഒരു കേടും സംഭവിക്കുകയില്ല. പക്ഷേ ഇത് പുത്തൻവാദികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം അവർക്ക് ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളെ, അത് വളരെ വിശദമായി പണ്ഡിതന്മാർ മുഴുവനും പറയുന്ന ഒരു വിഷയമാണ്. وتأتيه الملائكة كل وقت تحييه وتسمع ما يقول. എപ്പോഴും മലക്കുകൾ നബിതങ്ങളുടെ സമീപത്ത് വരുന്നു, നബിതങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. എല്ലാം നബിതങ്ങൾ കേൾക്കുന്നു, മലക്കുകളും കേൾക്കുന്നു. നബിതങ്ങൾക്ക് വളരെ സന്തോഷകരമായ റിസ്ക് ലഭിക്കുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൗതികമായ രൂപത്തിലല്ല. വസൗമുൻ സുമ്മ ഹജ്ജുൻ കുല്ല ആമി യജൂസു അലൈഹി ബൽ ലാ യസ്തഹീലു. വർഷത്തിൽ ഹജ്ജ് ചെയ്യലും നോമ്പെടുക്കലും അതൊന്നും നബിതങ്ങൾക്ക് അസംഭവ്യമല്ല. വയതുഹുറു ലിസ്സലാത്തി ബിമാഇ ഗൈബി വയഖ്ദിഹാ ബിദാ വറദ ദലീലു. അഭൗതികമായ വെള്ളം